നമ്മളുടെ രോഗങ്ങളും നമ്മൾ കഴിക്കുന്ന ഫുഡും അല്ല ജീവിതശൈലിയായിട്ട് വളരെ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഈ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ നമുക്കറിയാം ഡൈജസ്റ്റീവ് സിസ്റ്റമാണല്ലോ. നമ്മൾ ആ മുതൽ ഏനസ് വരെ നീണ്ടു കിടക്കുന്ന ഏകദേശം 9 മീറ്റേഴ്സാണ് നമ്മളുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൻ്റെ ലെങ്ത്. അതുകൂടാതെ അത് ഡൈവേർട്ട് ചെയ്ത് പാൻക്രിയാസിലേക്ക് പോകുന്നുണ്ട്, ലിവറിലേക്ക് പോകുന്നുണ്ട്. ലിവറും പാൻക്രിയാസും ഡൈജസ്റ്റീവ് ട്രാക്റ്റിൻ്റെ ഭാഗമാണ്. അപ്പം ഇറ്റ്സ് ഓൾമോസ്റ്റ് 9+ മീറ്റേഴ്സ് ആയിരിക്കും അതിൻ്റെ ലിവറിൻ്റെ അതിൽ ലെങ്തൊക്കെ. അതിനകത്തെ ബിലിയറി ട്രാക്റ്റിൻ്റെ ലെങ്തൊന്നും നമ്മൾ സാധാരണ അതിലേക്ക് കണക്കാക്കാറില്ല. അപ്പം ഈ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിൽ ഓരോ ഭാഗത്തും ഓരോ ടൈപ്പ് ഓഫ് ബാക്ടീരിയയാണ്. ഈവൻ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ അപ്പർ പാർട്ടിൽ, അതായത് ഡിയോഡിനത്തിൽ അല്ല മിഡിൽ പാർട്ട്, അതിലെ മിഡിൽ പാർട്ടിൽ തന്നെ ഇപ്പം ഡിയോഡിനം, ജജനം, ഇല്യം. ജജനത്തിലെ ഭാഗത്തിലെ മുകളിലുള്ള ഒരു തരം ബാക്ടീരിയ ആയിരിക്കും, താഴെയുള്ള വേറൊരു തരം മൈക്രോബ്സ് ആയിരിക്കും. അങ്ങനെ ഈവൻ കോളൻ താഴേക്ക് വന്നു കഴിയുമ്പം ഈവൻ രക്തത്തിൽ വേറെ ടൈപ്പ്, ഏനൽ ഏരിയയിൽ വേറെ ടൈപ്പ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൈക്രോബാണ് അതിനകത്ത് വരുന്നത്. അപ്പം ഇവരെല്ലാം ശരിക്കൊരു നമ്മളുടെ ഓർഗൻ, നമ്മളുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റും ലിവറും പാൻക്രിയാസും പോലെ തന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ മൈക്രോബ്സ് എന്നാണ് ഇപ്പോഴത്തെ പുതിയ സ്റ്റഡീസ് കാണിക്കുന്നത്. അത് ഡൈജഷന് ശരിക്കും നമ്മളുടെ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാൻ ഈ ബാക്ടീരിയാസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മളുടെ ഡയറ്ററി ഫൈബർ, നമ്മളുടെ എൻസൈംസ്, നമ്മളുണ്ടാക്കുന്ന പാൻക്രിയാസിൻ്റെ എൻസൈംസോ ലിവറിൽ നിന്ന് വരുന്ന എൻസൈംസോ ഒന്നും വെച്ച് നമ്മുടെ ഡയറ്ററി ഫൈബറിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ബാക്ടീരിയയ്ക്ക് പറ്റും. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.